ബിക്കോസ് എൻ്റെ ഡോള് കാണാനില്ല. ഞാൻ എൻ്റെ ബെഡ് ബോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല. ബിഗ് ബോസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയൂ പ്ലീസ്. ഞാൻ അവർ ഗസ്റ്റ് പോകുന്നത് വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണാനില്ല. ഞാൻ റൂമിൽ വന്നു. നമ്മുടെ പടച്ചോനാണ് സത്യം, അള്ളാഹു ആണ് സത്യം. ഞാൻ എടുത്തിട്ടില്ലേ? അനുമോള് ആദിലയ്ക്ക് നമ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തത് എൻ്റെ അടുത്തില്ല. നൂറ ഇന്നലെ പറഞ്ഞ ഡയലോഗായത്. ഈ നൂറ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ നൈസായിട്ട് ചുരുട്ടി ഇങ്ങനെ പിടിച്ചോണ്ട് പോയി ദൂരത്തോട്ട് വലിച്ചെറിയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടായിരുന്നോ? ലൈവ് കണ്ടവർ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കള്ളിയൊന്നുമല്ല നമ്മുടെ നൂറ കൊച്ച്, പാവം സുന്ദരിയാണ്, കള്ളിയൊന്നുമല്ല, പെരുങ്കള്ളിയല്ല കേട്ടോ, ഒരു ഭൂലോക കള്ളിയാണ് നമ്മുടെ സുന്ദരിയായിട്ടുള്ള നൂറക്കൊച്ച്. നൂറക്കൊച്ചിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആദിലമോള് കഴിഞ്ഞ ദിവസം നമ്മുടെ നൂറയുടെയും ആദിലയും ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശൈത്യ അകത്തോട്ട് തള്ളിക്കയറി വന്നതിന് ശേഷം നൂറക്കൊച്ചിൻ്റെയും പ്രത്യേകിച്ച് ആദില കൊച്ചിൻ്റെ കംപ്ലീറ്റ്ലി കിളി പോയി, ഔട്ടായി. അങ്ങനെ ഔട്ടായ ആദിലക്കൊച്ചി എന്തൊക്കെയോ 2-3 ദിവസം കാണിച്ചു. അതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു മിനിഞ്ഞാന്ന് അടിച്ചിറങ്ങി പുറത്തേക്ക് പോകേണ്ട വന്നു. ഇന്നലെ നമ്മുടെ ആദിലക്കൊച്ച് ഇട്ടിട്ട് പോയ പടക്കം അത് ഇന്നലെയാണ് ശരിക്കൊന്ന് പൊട്ടിയതേ. അത് പൊട്ടിയതിൻ്റെ എഫക്റ്റിൽ നൂറക്കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി. അതുവഴി തേരാ പര കരഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് മിക്കവാറും നൂറക്കൊച്ചും വെളിയിലോട്ട് ഇങ്ങി പോരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോഴത്തെ ഒരു ഇരിപ്പുവശം കണ്ടിട്ട് എനിക്ക് തോന്നുന്നതാണ്. പിന്നെ അക്ബർ കാക്ക ഇന്നലെ ഒരു ഡയലോഗ് അടിക്കുന്നത് കണ്ടു. അതായത് ആദില ആൻഡ് നൂറ എല്ലാം എന്നോടങ്ങ് പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചവര്. ഇവര് അതായത് ഈ ആദില നൂറയൊക്കെ എന്നോട് ആദ്യം സംസാരിക്കുമായിരുന്നു, വന്ന സമയത്തൊക്കെ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ അവരങ്ങനെ സംസാരിക്കാറില്ല. അപ്പൊ അതിന്റെ പുറകിൽ അനുമോളാണ്. അനുമോള് കരുക്കൾ നീക്കിയത് കൊണ്ടാണ് ഇവരൊന്നും എന്നോട് സംസാരിക്കാതിരുന്നത് എന്ന് അക്ബർ കാക്ക പറയുന്നത് കേട്ടെ. അപ്പൊ ഞാനൊരു കാര്യം ആലോചിച്ചു. ഇന്നലെ മറ്റേ കണ്ണാടിയുടെ മുമ്പിലിരുന്നല്ല നിന്നോണ്ട് കുറച്ച് കഥകൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ അക്ബർ കാക്ക അനീഷേട്ടനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അക്ബർ കാക്ക പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടേ, ഞാൻ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യും, എന്നെ പക്ഷെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഭയങ്കര ബ്രില്യൻ്റ്. ആ ഒരു മൂഡിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ അക്ബർ കാക്ക മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാം, അത് അക്ബർ കാക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അത് തെറ്റുമല്ല. അനുമോളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ മാനിപ്പുലേറ്റ് ചെയ്ത് താങ്കളുമായിട്ട് സംസാരിക്കാത്ത വിധത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം തെറ്റല്ലേ അക്ബർ കാക്ക? അല്ല, നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവിൽ അത് തെറ്റായിരിക്കുമല്ലോ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവിൽ അത് തെറ്റല്ല. കാരണം ഇതൊരു ഗെയിമാണ്. താങ്കൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് പലരുമായിട്ട് അടിയുണ്ടാക്കാം, പല ആൾക്കാർ പറഞ്ഞ പലതിനെയും വളച്ചൊടിക്കാമെങ്കിൽ അനുമോക്കും 2 പേരെ തൻ്റെ അടുക്കിലോട്ട് സംസാരിക്കാൻ വിടാത്ത ഒരു പരുവത്തിലാക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറയുമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിച്ചാലോ ഈ വിഷയമൊക്കെ എടുത്തു വെച്ച്. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ ലൈവിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാതിരാത്രിയിൽ നടന്ന 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്, വലുതായിട്ടൊന്നും ഇല്ല. നമ്മുടെ അനുമോളുടെ പ്ലാച്ചിപ്പാവെ ആരാണ്ടോ എടുത്ത് മുക്കി കളഞ്ഞു കേട്ടാ, പോയ പോക്കിൽ ഏതോ ഒരുത്തർ അടിച്ചോണ്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ല, അവരോടെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലത്തെ നമ്മുടെ അനുമോളുടെ കരച്ചിലും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം പ്രിയപ്പെട്ടവരെ. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്നേ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇപ്പം, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഷെയർ ചെയ്യുമോ? പറ്റുമെങ്കിൽ ഷെയറും കൂടെ ഒക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ലക്ഷ്മിയെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ലക്ഷ്മി അനുമോൾ ഒരു സപ്പോർട്ടറായിട്ട് കയറി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീര സപ്പോർട്ട്, ഗംഭീര മോട്ടിവേഷൻ അനുമോക്ക് ഇന്നലെ. അതിന് ലക്ഷ്മി ഇപ്പം എന്തൊക്കെയാണെങ്കിലും ലക്ഷ്മിക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലക്ഷ്മി പണ്ടൊരു പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, ആദില നൂറ വിളിമാരെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല, ലാലേട്ടൻ ചോദിച്ചപ്പോൾ പോലും കയറ്റത്തില്ല, ആ ഒരു മൂഡ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബോൾഡാണ് ലക്ഷ്മി. ആ പറഞ്ഞ ഇല്ല, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു ഇല്ല ഇന്ന് കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഞാനൊരു പോസ്റ്റൊക്കെ കണ്ടു കേട്ടോ, വേണമെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ മറന്നുപോയി, അത് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സാധനമാണ്. ആൻഡ് ലിറ്ററലി അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി
ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പം ഗംഭീരമായിരിക്കും സ്വീകരണം എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ ഞാൻ കണ്ടൊരു പോസ്റ്റാണ് ഒരു വ്യക്തി ഇട്ടിരിക്കുന്നത്. എൻ്റെ പല പഴയ പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ എത്രമാത്രം ഇവരെ ആദിലയും നൂറയും സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന്. എന്നാൽ ഇവർ തെളിയിച്ചു ഇവരെ അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന്. ഇല്ല, ലക്ഷ്മി പറഞ്ഞ ആ ഒരു ഇല്ലയാണ്. ഇല്ല, വീട്ടിലല്ല, മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലത്തും അടുപ്പിക്കാൻ പറ്റാത്ത രണ്ടു മനുഷ്യർ, കള്ളത്തരങ്ങളുടെ കൊടുമുടി. ഏതാണ്ട് ഇതായി മക്കളെ നിങ്ങളുടെ അവസ്ഥ. മനസ്സിലായ? ഇത് ഞാനായിട്ട് അടിച്ചിറക്കിയൊന്നുമല്ല. ഇനിയിപ്പോൾ എൻ്റെ നെഞ്ചത്തോട്ടൊന്നും കയറി വരരുത്. ആൾക്കാർ പറഞ്ഞു തുടങ്ങി ആദില നൂറ, പ്രത്യേകിച്ച് ആദിലയുടെ ഈ ഒരു ഗെയിം അത് കയ്യിൽ നിന്ന് പോയി. എല്ലാവരും കണ്ടതാണ് ആദില എന്താണ് പറഞ്ഞത്. ആദ്യമേ നമ്പർ PR-ൻ്റെ 50,000 രൂപ ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസം മാറ്റി പറഞ്ഞു PR-ൻ്റെ നമ്പർ അല്ല, ചേച്ചിയുടെ നമ്പറാണ്. ഇങ്ങനെയുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, അത് പണി പാളിയല്ലോ. ഓൾറെഡി പുറത്തേക്ക് പോകുന്നു. പക്ഷേ അവിടെയൊന്നും അല്ല കാര്യം. ഇനിയും പുറത്തേക്ക് നൂറെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ഫൈനൽ 5-ൽ. പക്ഷേ ഇപ്പം തോന്നുന്നു മിക്കവാറും ഇത് നൂറെ അഫക്റ്റ് ചെയ്യും വോട്ടിൻ്റെ കാര്യത്തിൽ എന്ന് തോന്നുന്നു. അറിയത്തില്ല, വോട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടോ? പ്രത്യേകിച്ച് ഇന്നലത്തെ നൂറയുടെ ഒരു കള്ളത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നൂറയ്ക്ക് പറയണമായിരുന്നു ഓപ്പണായിട്ട്, ഇതാ അവിടെ ഇരിപ്പുണ്ട് നൂറ് അപ്പുറം കബോർഡിൽ. അനുമോള് ചോദിച്ചു നിങ്ങളുടെ കബോർഡിൽ കാണത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴൊക്കെ ഇല്ല എനിക്കൊന്നും അറിയാൻ പാടില്ല, അത് നിങ്ങൾ തമ്മിലുള്ള ഡീല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടിഷ്യൂ എടുത്ത് കളയേണ്ട കാര്യം അല്ല. അതിനകത്ത് അനുമോളുടെ നമ്പർ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അത്? ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ കുത്തൊന്ന് മേടിച്ചിട്ടാണോ ആ നമ്പർ എടുത്ത് കളഞ്ഞത്, അല്ലെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ മുക്കിയത്? ആതിര അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നൂറ. ആതിരായിരുന്നെങ്കിൽ ചിലപ്പോൾ മണ്ടത്തരം കാണിച്ചെടുത്ത് കളഞ്ഞേനെ. നൂറ ബ്രില്യൻ്റ് ആയിട്ട് അതങ്ങ് കൊടുക്കണമായിരുന്നു, ഇതാ എന്ന് പറഞ്ഞ് കാണിച്ചാൽ അവിടെ തീർന്നേനെ. പക്ഷെ അതെടുത്ത് മുക്കി, അവിടെ തീർന്നു. ആദില നൂറ അവിടെ തീർന്നു. ഗെയിമിൽ നിന്ന് പുറത്തു പോകുന്ന മാത്രമല്ല, മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ കള്ളികളായി മാറും. പുറത്തിറങ്ങുമ്പോൾ വലിയ തോതിലുള്ള കുറേ എണ്ണങ്ങൾ, മറ്റേ PR കുഞ്ഞുങ്ങൾ അവന്മാരുടെ സൈബർ അറ്റാക്കിലേക്ക് വീണ് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും നൂറ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. നൂറ അക്ബറിനോട് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ എടുത്തിട്ടത് ഈ ഒരു വിഷയം, എന്തിനാണ് ഇത് ചോദിക്കാൻ പോയത്. ഉടനെ അക്ബർ പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ജിഷിനോ ഷാനവാസോ എങ്ങാണ്ടാണ് അനുമോളോട് ഇത് പറഞ്ഞത്. അപ്പം ജിഷിൻ്റെ അടുക്കലിരുന്ന് സംസാരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷേ ഇത് അനുമോളോട് പറയുന്നത് ഷാനവാസ് ആണെന്നാണ് തോന്നുന്നത്. ഇങ്ങനൊരു കേസുണ്ട്, ആദില ഈ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, ഒരു പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. അതായത് PR-ൻ്റെ കേസ് അക്ബറിനെ ഇല്ലാതെ ആക്കണമെന്ന് നീ PR-നോട് പറയാൻ ആദിലെ ഏൽപ്പിച്ചു എന്നുള്ളൊരു കാര്യം ഇവിടെ സംസാരം ഉണ്ടെന്ന് ഷാനവാസം കണ്ടാണ് പറഞ്ഞത്. അത് പിന്നെ ജിഷിൻ ചോദിച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കത്തിക്കീറി. നൂറ അത് ചോദിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് അബദ്ധമാണ് ചെയ്തത്. നൂറ പറഞ്ഞത് കറക്റ്റ്, അബദ്ധമാണ് ചെയ്തത്. അത് ആര് പറഞ്ഞതാണെങ്കിലും അനുമോൾ അറിഞ്ഞു, അനുമോൾ അങ്ങോട്ട് കീറി അതെടുത്തിട്ട് കരഞ്ഞു കൂവി സീനാക്കി. അതിൻ്റെ ഇടയ്ക്ക് നൂറ പോയി, അതിനും അനുമോളെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല, നൂറ പോയി ആ സാധനം എടുത്ത് കളയുകയും ചെയ്ത ടിഷ്യൂ പേപ്പർ. അതും കാണിച്ചായിരുന്നെങ്കിൽ അവിടെ തീർന്നേനെ. നൂറ അത്രയും ചെയ്താൽ മതിയായിരുന്നു. ആദ്യം ചെറുതായിട്ട് പടക്കമിട്ട് കൊടുത്തിട്ട് പോയി, തിരികൊളുത്തി പൊട്ടിയിലായിരുന്നു. ഷാനവാസോ ആരാണെന്ന് വെച്ചാൽ അനുമോളോടത് പറഞ്ഞ് എല്ലാവരും കൂടെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്ക് നൂറ ഈ ഒരു പരിപാടി, അള്ളാഹുവാണ് ഞാൻ കണ്ടിട്ടില്ലേ, പടച്ചോനാണ് എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടിഷ്യൂ പേപ്പർ മുക്കുക കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ലൈവ് കണ്ടവർക്കറിയാം നൂറയാണത് മുക്കിയത്. ആ വീഡിയോ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നൂറയാണ് മുക്കിയത്. അതോടുകൂടി തീർന്നു കഥ, രണ്ടിൻ്റെയും തീർന്നിട്ടുണ്ട്. ആതിരയുടെ കഥ തീർന്നു ഓൾറെഡി. ലക്ഷ്മി എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ട്. ലക്ഷ്മി അനുമോളെ ഒരുപാട് കൂടെ ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴേ, ഈ ഒരു പ്രശ്നത്തിന് ശേഷം, അതായത് ഈ എന്താണ് അനുമോൾ ഈ ഒരു പരിപാടി കാണിച്ചു എന്നും പറഞ്ഞ് അക്ബറുമായിട്ട് അവിടെ ചെറിയ തർക്കങ്ങളും അക്ബറിൻ്റെ അടുക്ക് ചെന്ന് പറയുന്നുണ്ട്, ആര്യൻ വരുന്നുണ്ട്, ജിഷ്ണോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം സംസാരം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലക്ഷ്മിയായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിം ഷോ ആണ്, ഓക്കെ, അത് അവർക്കറിയാം. അതായത് ബാക്കി എല്ലാവർക്കും അറിയാം, ജയിക്കാം തോക്കാം. തോറ്റ് കഴിയുമ്പോൾ ഒരാളുടെ തലയിലേക്ക് എല്ലാം കൂടെ അങ്ങോട്ട് തട്ടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭയങ്കര എളുപ്പമാണ് ആ കാര്യത്തിന്. ജീവിതത്തിൽ ഒന്നുമാകാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം കയ്യിലായി ഇരിക്കുന്നത് സ്വന്തം ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. അതായത് സ്വന്തം ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് സ്വന്തം കയ്യിലാണോ ഉള്ളത്, അല്ല മറ്റുള്ളവരുടെ കയ്യിലല്ല. ഇവിടുന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും ജീവിതമുണ്ട്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക.
അത് പറ്റിയില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ്. ശൈത്യക്കുള്ള കൊട്ടാണിത്. ശൈത്യ പുറത്ത് പോയി, എല്ലാ കയ്യിൽ നിന്ന് പോയിട്ട് പുറത്ത് പോയി, എന്നിട്ട് മറ്റേ സൈബർ അറ്റാക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ കിടന്ന് അനുമോളുടെ അടുക്ക നീ സത്യം പറയണം, നീ സത്യം പറയണം, നാൻ കട്ടപ്പ എന്ന് എല്ലാവരും വിളിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു പോവുക. അത് എങ്ങനെ സൈബർ അറ്റാക്കിനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ല. നേരെ കൊണ്ടത് കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പിടികിട്ടില്ല, എത്ര പേരെ പിടിച്ചകത്തിടും. ഞാൻ കാണുന്നുണ്ട് കുറെ ഈ എന്താണ് തലയും പാലും ഇല്ലാത്ത കുറെ മെയിലടി എന്നുള്ള തെറി കമന്റുകളും ഒക്കെ ഇവർക്കെതിരെ നിൽക്കുമെന്നാണോ ശൈത്യയുടെയൊക്കെ വിചാരം? അതിനെയൊക്കെ ഡീൽ ചെയ്യേണ്ട വേറെ രീതിയിൽ, ആ രീതി ഡീൽ ചെയ്ത് വിടണം. പിടികിട്ടിയില്ലേ? അങ്ങനെ വേണം ഡീൽ ചെയ്യാൻ. ഈ ഷോയ്ക്കകത്തോട്ട് കയറുമ്പോൾ അറിയാമായിരുന്നല്ലോ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവ് ആവും ഇല്ലെങ്കിൽ നെഗറ്റീവ്. ഇതാ രേണു സുധി എവിടെയാ ചേച്ചി പോയി നെഗറ്റീവ്, ഗംഭീര നെഗറ്റീവായിട്ട് അതിനകത്ത് കയറിയ ഒരാളാണ്. ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. ഇന്ന് തന്നെ മറ്റേ ഒരു ശിവാംഗിയുടെ മറ്റൊരു ഈ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ ഒരു പാട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അവസാനം രേണു വന്ന് നല്ല ഗംഭീരമായിട്ട് പാടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു മറ്റേ മ്യൂസിക് ഷോയ്ക്കൊക്കെ മിക്കവാറും സ്റ്റേജ് ഷോയ്ക്കൊക്കെ രേണുവിനെ പാടാൻ വിളിക്കും. രേണുവിന്റെ ജീവിതമാണ് ഈ ഒരു ബിഗ് ബോസ് കാരണം മാറിയത്. മാറട്ടെ, നല്ല കാര്യം. അതിന് അവർക്കൊരു കയ്യടി കൊടുക്കണം. അവരുടെ ജീവിതം നന്നായി തന്നെ പോട്ടെ. അതിനകത്തല്ലാതെ ഒരാൾ നശിച്ചു കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. നന്നായിട്ട് തന്നെ അവർ ജീവിക്കട്ടെ. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലക്ഷ്മി പറഞ്ഞ ഡയലോഗ്, ലക്ഷ്മി എന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട്, അനുമോളെ കരച്ചിലൊക്കെ നീ നിർത്ത്, മതി, നീ കരഞ്ഞൊക്കെ നിർത്ത്, നീ എന്നിട്ട് കഴിക്കാൻ വാ, നമുക്ക് കഴിക്കാം, വയറ് നിറച്ച് അങ്ങോട്ട് ഫുഡ് കഴിക്കുക, ആർമാദിക്കുക. അവന്മാരൊക്കെ എന്ത് വേണമെങ്കിലും പറയട്ടെ, നീ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? സത്യമല്ലേ? കരഞ്ഞു കൂവി. അനുമോൾ ഇനി കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത്രയും ദിവസം വേണമെങ്കിൽ നമുക്ക് കണ്ടന്റാന്ന് പറഞ്ഞ് വിടായിരുന്നു. അവന്മാരെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അവത്തെ പറഞ്ഞിരുന്നു ചുമ്മാ കരഞ്ഞും കൂവിയും. ഇനി അതിന്റെ ആവശ്യമില്ല, കഴിഞ്ഞു ഗെയിം, സ്റ്റോപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ അവർ പറഞ്ഞതും നീ അക്ബറിൻ്റെ അടുക്ക പോയി, ഇനിയിപ്പോൾ നാളെ ആണെങ്കിൽ പോലും അക്ബറിൻ്റെ അടുക്കലൊന്നും പോയിട്ടിരുന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കാതിരിക്കുന്ന അനുമോക്ക് നല്ലത്. ഒന്നും വേണ്ട, അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയട്ടെ. ആദില നൂറ് എന്താണെന്ന്, പിന്നെ ജനങ്ങളെ പേടി കാണും അനുമോക്ക്. അഫ്കോഴ്സ് എന്തായിരിക്കും ആദില നൂറൊക്കെ ഇങ്ങനെ കിടന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? വോട്ടിനെ ബാധിക്കുമോ, നെഗറ്റീവ് ആവുമോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുമോ? ഉറപ്പായിട്ട് ഇതൊക്കെ ചിന്തിക്കും. പക്ഷെ നൂറയ്ക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല പണി പാടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. സത്യം പറഞ്ഞ നൂറ ആദില കൂടെ നിന്ന് ചതിച്ച രണ്ട് കൂട്ടുകാരികളായിട്ട് തന്നെ, പ്രത്യേകിച്ച് ആദില, നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അനുമോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, നല്ല രണ്ട് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് നമ്മൾ എന്തും സംസാരിക്കും. എനിക്കുണ്ട്, നിങ്ങൾക്കും കാണും ഇതുപോലുള്ള സുഹൃത്തുക്കൾ. നമ്മൾ മറ്റേ വിശ്വസിച്ച് എല്ലാം അങ്ങോട്ട് തുറന്നു പറയും. 2 ദിവസം കഴിയുമ്പോൾ ആ സാധനം വെച്ച് തന്നെ നമുക്കിട്ട് കുത്തും. എല്ലായിടത്തും ഉള്ളതാ. അങ്ങനെ കുത്തിയ ഒരു സുഹൃത്താണ് ആദില. അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. ആദിലയ്ക്കും നൂറയ്ക്കും ദോഷം വരുന്ന ഒരു പരിപാടി അനുമോൾ എപ്പോഴെങ്കിലും ചെയ്തോ? ഞാൻ കണ്ടിട്ടില്ല. ആദിലെ നൂറയെ പറ്റി എവിടെയെങ്കിലും പോയിരുന്ന് കുറ്റം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതെൻ്റെ ഒരു പോയിന്റിലാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ലൈവിൽ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അനുമോളത് പലപ്പോഴായിട്ട് പറയുന്നുമുണ്ട്, ഞാൻ അവരെ ഇതിനായിട്ട് ഇവിടെ ഇരുത്തി കുത്തിയിട്ടില്ല, അവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല എന്ന്. സത്യമാണ്, ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ അവർ ചെയ്തത്, അവരോട് പറഞ്ഞ സീക്രട്ട് അവർ പുറത്തു വിട്ടു, ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല, അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ പരിപാടി ചെയ്തു? കട്ടപ്പ 3.0 എന്നൊക്കെ പറയുന്നുണ്ട് അതിലെ. 3.0 ഒന്നും അതിൻ്റെ ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും. അത്രയ്ക്കും വലിയ പരിപാടിയൊക്കെയാണ് ഈ അവസാന ദിവസങ്ങളിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, സീസൺ 7 അവസാന ദിവസങ്ങളിൽ പോലും കണ്ടന്റ് പുറത്തു വന്നത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ തന്നെയാണ്, അല്ലേ? പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഈ ഒരു കപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ അനുമോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ താല്പര്യമില്ല. ഡിസേർവിങ് ആയിട്ടുള്ള വേറെയും ആൾക്കാർ, ഗെയിമേഴ്സ് ഉണ്ട് അതിനകത്ത്. അക്ബറിൻ്റെ പേര് ഞാൻ ഇനി പറയത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അക്ബർ തന്നെ പറയുന്നുണ്ട് അക്ബർ ഒരു മാനുപ്പുലേറ്റർ ആണെന്ന്. ഓക്കെ, നല്ല കാര്യം, മാനിപ്പുലേഷൻ വേണം. പക്ഷെ അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേറൊരാളെ കള്ളിയാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങ് തീർക്കാൻ എന്തിനാ ഇവൻ ഇട്ട് കൊടുക്കുന്നത്? അവൻ്റെ വീട്ടുകാരെയൊക്കെ തെറി പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൻ കിടന്ന് കരഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ ആ സെയിം പരിപാടി അവൻ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ നോക്കുന്നത്, വേറൊരാൾക്ക് അത് കിട്ടണമെന്നുള്ള രീതിയിൽ അക്ബർ നിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പക്ഷെ അവിടെ ഗെയിമറായിട്ട് ഞാൻ ഇന്ന് കാണുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അനീഷേട്ടൻ. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ നെവിൻ ഒരു ഗംഭീര 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 ഗെയിമർ തന്നെയാണ് നെവിൻ. ഈ അവസാന ദിവസങ്ങളിൽ പോലും കുറച്ച് മുന്നേ അനുമോളെ പോയി കെട്ടിപ്പിടിച്ച് അനുമോളുടെ പ്ലാച്ചിയെ കാണുന്നില്ല കേട്ടോ. രാത്രിയിൽ അങ്ങനെ ഒരു കേസും കൂടെ അവിടെ
സംഭവിച്ചിട്ടുണ്ട്. പ്ലാച്ചിയെ ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അടിച്ചു മാറ്റിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, എവിടെയോ എടുത്ത്, എനിക്ക് തോന്നുന്നു വല്ല കക്കൂതിലൊക്കെ ഇട്ടുമാര് ഫ്ലഷ് വേണമെങ്കിൽ ചെയ്ത് കളയും. അങ്ങനത്തെ കാണും. അക്ബറോ ഇല്ലെങ്കിൽ ആര്യനോ, ആര്യനൊക്കെ ചിരിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. നല്ല കലിപ്പ് ആര്യനുണ്ട്, നല്ല കലിപ്പ്, വേണമെങ്കിൽ ചെയ്തതായിരിക്കാം. എന്താണെങ്കിലും പ്ലാച്ചിയെ കാണുന്നില്ല. അനുമോൾ അവിടെ മൊത്തം ഇപ്പോഴും ആ ബെഡിൽ കിടന്ന് കരഞ്ഞു പോവുക. എൻ്റെ പൊന്നനുമോളെ, ഇത് മാത്രം എനിക്ക് സഹിക്കാൻ വയ്യാത്ത അനുമോളുടെ കാര്യത്തിൽ. ഈ കരച്ചിലൊന്ന് നിർത്ത്. എത്ര ദിവസമായി ഇങ്ങനെ കരഞ്ഞ് ഒരു 10-70 ദിവസമെങ്കിലും, 80-85 ദിവസമെങ്കിലും ഇവള് കരഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഓഫ്, ഇത്രയും ഇമോഷണലി ഒരു 100 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അനുമോൾക്ക് പറ്റിയ, അനുമോൾ ഒരിക്കലും ഒരു BB മെറ്റീരിയലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ കരഞ്ഞു കൂവി ഈ PR-ന്റെ പുറത്തും പിന്നെ ഇങ്ങനെയുള്ള വീട്ടിലിരിക്കുന്ന ചേച്ചിമാരൊക്കെ ഇത് കാണുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അനുമോൾ. അല്ലാതെ വലിയ ഗെയിമായിട്ടൊന്നും ഇല്ല. ഒരു പാവം കൊച്ചാ, അതിൻ്റെ തലയിൽ അത്ര വലിയ ഗെയിമൊന്നും അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഗെയിമായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ, ഈ ഗെയിമിനകത്തൊരു ഗെയിമർ വിൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ആഗ്രഹം നെവിൻ തന്നെയാണ്. പക്ഷേ തോന്നുന്നില്ല നെവിൻ വിന്നറാവത്തൊന്നും ഇല്ലടേ, അതിനുള്ള സാധ്യതയില്ല. അത് ഈ PR മാങ്ങാണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ വിന്നർ ആയേനെ. PR ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഗെയിം മാത്രമായിട്ട് നോക്കി കാണുമായിരുന്നെങ്കിൽ നെവിൻ കൊണ്ടുപോയേനെ കപ്പ്. കാരണം അതിനുള്ള പൊട്ടൻഷ്യൽ അവനുണ്ട്. പക്ഷേ ഇവിടെ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കിനി കൂടുതലൊന്നും പറയാനില്ല. അനുമോളുടെ കാര്യത്തിൽ കാണുന്ന തെറ്റും കുറവും പിന്നെ അനുമോളെ എടുത്തു വെച്ച് കീറുന്നതും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ വിശദീകരിച്ച് അങ്ങ് സംസാരിക്കാന്നേ ഉള്ളടേ, അല്ലാതെ ഒന്നും ഇല്ല. ഞാൻ തുടക്കം തൊട്ടേ അത് പറയുന്നുണ്ട്. പിന്നെ ഒരു പരിധി കൂടുതൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യുക. പിന്നെ വേറൊരു കേസ് ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിലൊക്കെ നടന്നതാണ്. അതായത് ഈ അനുമോള്, അത് ചെറുതായിട്ടേ ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, നമ്മുടെ ലൈവ് കണ്ടവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. അനുമോള് ഷാനവാസിനോട് പറയുന്നതാണ്. അതായത് ഈ നൂറ, അതിന് മുമ്പ് നമ്മളത് കാണുന്നുണ്ട് ലൈവില്, ഈ അക്ബറും ഒക്കെ നിൽക്കുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട്, നൂറ പോലും ക്യാപ്റ്റനായി, ഞാൻ ക്യാപ്റ്റൻ ആയില്ലല്ലോ എന്നുള്ളൊരു ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് അക്ബർ അവത്തേലോട്ട് കയറി പിടിച്ചിട്ട് അങ്ങോട്ട് ഓ നൂറ പോലും അപ്പം നിനക്കത് നൂറ പോലും എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അക്ബർ കിടന്ന് കാണാ ഒച്ച വെക്കുന്ന കണ്ടു. എനിക്കതിനകത്ത് വലിയ തെറ്റൊന്നും ആ സമയത്ത് തോന്നിയില്ല കേട്ടോ. എപ്പിസോഡിൽ കൂടെ അത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. എപ്പിസോഡിൽ അത് അനുമോള് ഷാനവാസിനോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ നൂറ പോലും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അതും പിടിച്ചുകൊണ്ട് വലിയ സാധനം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ല, എന്താ അതിനകത്ത് ഇത്ര പ്രശ്നമുള്ളത്? അക്ബർ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കയറി പിടിച്ച് അങ്ങോട്ട് കത്തിക്കാൻ നോക്കും, അതൊന്നും ഒരു തെറ്റല്ല. അനുമോൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം അയ്യോ അത് വലിയ തെറ്റ്, അവൾ എൻ്റെ കുടുംബത്തിനെ ഇട്ടില്ലാതാക്കാൻ നോക്കി, എന്നെ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് കീറാൻ നോക്കുന്നു എന്നും പറഞ്ഞ് അക്ബർ അങ്ങോട്ട് തുടങ്ങും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ട് അക്ബർ ഇത്ര അങ്ങോട്ട് തിളയ്ക്കുന്നതെന്ന്. ആദ്യം നൂറേം പറഞ്ഞ കേട്ടിട്ടോ, അക്ബർ പറയുന്നുണ്ട് അവളുടെ ഫ്രണ്ട്സാണ് എന്നോടെല്ലാം പറഞ്ഞതെന്ന്. അവളുടെ ഫ്രണ്ട് ഈ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് എന്ത് വലിയ ഫ്രണ്ടായിരിക്കും? അത്രയും ഒന്ന് ചിന്തിച്ചൂടെ അക്ബറിന്? അക്ബറും അപ്പാനും വലിയ ഫ്രണ്ട്സാന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ ഇടയ്ക്ക് എന്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും? അപ്പൊ അപ്പാന് വേറൊരാളുടെ ഇടയ്ക്ക് ചെന്ന് പറയുമോ അക്ബർ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അക്ബർ പറയുമോ അപ്പാന് പറഞ്ഞ കാര്യങ്ങൾ? ഇല്ലല്ലോ. ഇവിടെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനെയും കൂടി ഒന്ന് വാല്യൂ ചെയ്യുക, പ്രത്യേകിച്ച് അതിലെ ഒന്ന് വാല്യൂ ചെയ്യണം, എന്നിട്ട് വേണം അത് പറയാനായിട്ട്, അല്ലേ? എനിക്ക് അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി കേട്ടോ, അതും കൂടെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എല്ലാത്തിനും അനുമോൾ എന്നിട്ട് മറ്റേ ഇട്ട് കൊടുക്കുന്നു, ഇല്ലാതെ ആക്കുന്നു. അക്ബർ പിന്നെ വലിയ മാന്യൻ, എന്നിട്ട് ഇടയ്ക്കിരുന്ന് പറയുകയും ചെയ്യും മറ്റേ മാനിപ്പുലേറ്ററാന്ന്. എന്നിട്ട് പിന്നെ അവസാനം വന്നിട്ട് അങ്ങനെ പറഞ്ഞു അവള് അതിലെ നൂറയൊക്കെ എൻ്റെ അടുക്കുന്ന് തിരിച്ചുവിടാൻ നോക്കി, അവള് കരിക്കൾ നീക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അക്ബർ കാക്ക ചെയ്യുന്നത് തന്നെയാണ് അവിടെ അനുമോൾ ചെയ്യുന്നത്. എല്ലാവരും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? വേറൊരു കൈൻഡ് ഓഫ് ഗെയിം, ഒരു മാനിപ്പുലേഷൻ, ഇങ്ങനത്തെ കുറെ പരിപാടികൾ. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു എൻ്റർടൈനറായി മാറി എല്ലാവരെയും ചിരിപ്പിച്ച് വേറെ തലത്തിൽ ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ അത് നെവിൻ തന്നെയാണ്. ഞാൻ വീണ്ടും അത് പറയും, ആഗ്രഹമുണ്ട് കപ്പ് കൊണ്ടുപോകണമെന്ന്, പക്ഷെ നടക്കത്തില്ല. നെവിനും ആഗ്രഹമില്ല കേട്ടോ, നെവിൻ ഉള്ളുകൊണ്ട് അറിയാം. നെവിൻ ഇന്നും പറയുന്നത് കേട്ടു, ഫൈനൽ 5 അക്ബറിൻ്റെ അടുക്കലാണ് പറയുന്നത്, ഫൈനൽ 5 ഒക്കെ നമുക്ക് ആ ടാഗ് ലൈനേ കിട്ടത്തുള്ളൂ, അതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. നെവിൻ അത് പറയുന്നുണ്ട്, നെവിൻ ഉൾപ്പെടെ അറിയാം എത്തത്തില്ല, എത്രയൊക്കെ വോട്ട് ചെന്നാലും അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള വോട്ടുകൾ അവിടെയുള്ള പലർക്കും കിട്ടും. അനീഷേട്ടൻ, നെവിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അനീഷേട്ടനെങ്കിലും കിട്ടണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ അനുമോളും ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കണ്ടന്റ് കൊടുത്തില്ലേടേ, എന്തൊക്കെ വരാത്ത എൻ്റെ പൊന്നേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഒരു സൈഡിൽ നിന്ന്
പുള്ളിങ്ങും കിട്ടും, ചെറുതായിട്ടെങ്കിലും കിട്ടും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ PR സപ്പോർട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീരും. അപ്പോഴത്തേക്ക് പഴയ ഓരോന്നൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങി വന്നിട്ട് ചെറുതായിട്ടുള്ള സാധനങ്ങൾ അനുമോൾക്കും കിട്ടും. പക്ഷെ അനുമോൾ അത് ഫേസ് ചെയ്യും, അത് വേറെ കാര്യം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അറിയത്തില്ല ഇനി ഫേസ് ചെയ്യുമോ അതോ നേരെ കൊണ്ട് കേസ് കൊടുക്കുന്ന പരിപാടിയിലോട്ടാണോ നീങ്ങുന്നതെന്ന്. എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ. പാതിരാത്രിയിൽ അനുമോളുടെ പ്ലാച്ചി എന്തായാലും പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഗംഭീര കരച്ചിൽ അവിടെ നടക്കുകയാണ്. ഷാനവാസിനോട് ഇന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, നെവിനോട് ചോദിക്കുന്നുണ്ട്, മോനെ കണ്ടോടാ ഇന്നലെ എങ്ങാണ്ട് ആരോ അവിടെ കെട്ടിത്തൂക്കി ഇട്ടറാ, ഇന്ന് കാണുന്നില്ലടാ എന്നൊക്കെ അവിടെ കിടന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും പ്ലാച്ചി എടുത്തുകൊണ്ട് പോയത് അറിയാൻ പാടില്ല, ലൈവിലൊന്നും കണ്ടില്ല. അവസാനം പോയ ഏതോ ഒരുത്തരാണ് എവിടെ എടുത്തിട്ട് മുക്കിയിട്ട് പോയത്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ ഇന്നലെ. എന്താണെങ്കിലും പാതിരാത്രിയാണ്, കുറച്ചു നേരം കൂടെ ഞാൻ ലൈവ് ഒന്ന് നോക്കട്ടെ. ഇനി എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് പോയി അനുമോളും നൂറയും കൂടെ എങ്ങാനും രാത്രി ഇനി നൂറ പേടിച്ച് വിറച്ചിട്ട് സോപ്പിടാൻ എങ്ങാനും വരുമോ എന്ന് പോയി നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.